നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടികൂടുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയും വൈകുവാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല. ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന സംഘടനയാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രങ്ങളിലെ മഹോത്സവത്തിന്റെ ഭാഗമായി യാത്രാക്ലേശം പരിഹരിക്കുവാൻ താൽക്കാലിക പാലം തുറന്നത് സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമായി. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടികൂടുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയും വൈകുവാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടികൂടുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയും വൈകാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിൻ്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല. വാസ്തവത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല. അതിന് പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ആരാണ് ഇതിന് രാഷ്ട്രീയ സംരക്ഷണം നൽകിയത്? ആരാണ് ഭരണത്തിന്റെ പിന്തുണ ഇവർക്ക് നൽകിയത് എന്നുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ അന്വേഷണം നടത്തുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ കൊള്ള നടത്തുവാൻ സാധിക്കില്ല. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ രക്ഷകരും സംരക്ഷണവും ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ആരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സംരക്ഷണം നൽകിയതെന്ന് അന്വേഷിക്കേണ്ടതും പൊതുജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, KPCC ഉപാധ്യക്ഷൻ AA ഷുക്കൂർ, KPCC സെക്രട്ടറി MJ ജോബ്, മുൻ MLA അഡ്വക്കേറ്റ് D സുഗതൻ എന്നിവരും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന സംഘടനയാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ പറഞ്ഞു. KRDSAയുടെ ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന സംഘടനയാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ പറഞ്ഞു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആര് ഭരിക്കുന്നവരുടെ കൊടിയുടെ അടയാളം എന്തെന്ന് നോക്കാതെ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുള്ള, സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംഘടന എന്ന രീതിയിൽ KRDSAയുടെ പ്രസക്തി സർവീസ് സംഘടനാ രംഗത്ത് വളരെ വലുതാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു സംഘടന കൂടിയാണ് KRDSA. കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗം, ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന മറ്റൊരു രംഗവും മറ്റൊരു സംഘടനയും ഇല്ല എന്നത്, ഇത്രത്തോളം ഇടപെടാൻ കഴിയുന്ന മറ്റൊരു സംഘടനയും ഇല്ല എന്നതും നമ്മുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കേവലം ജീവനക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളാതെ പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിനായും ഇടപെടുന്ന പ്രസ്ഥാനമാണ് KRDSA എന്നും എസ് സോളമൻ പറഞ്ഞു. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ജന്തർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഐബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG മനോജ് ഷേണായി രക്തസാക്ഷി പ്രമേയവും ജില്ലാ ഉപാധ്യക്ഷ സ്മിത ആനന്ദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PSM ഹുസൈൻ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ സംഘടനാ റിപ്പോർട്ടും
ജില്ലാ സെക്രട്ടറി ഷഹീർ ഷരീഫ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. SP സുമോദ്, AM നൌഷാദ്, M അനിൽകുമാർ, VS സൂരജ്, VD അബു, D അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. 2026 ജനുവരി 7, 8, 9 തീയതികളിലായി തൊടുപുഴയിൽ വെച്ചാണ് സംഘടനയുടെ 36ാമത് വാർഷിക സംസ്ഥാന സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രങ്ങളിലെ മഹോത്സവത്തിന്റെ ഭാഗമായി യാത്രാക്ലേശം പരിഹരിക്കുവാൻ താൽക്കാലിക പാലം തുറന്നത് സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമായി. ക്ഷേത്ര കമ്മിറ്റിയുടെയും ഇതുവഴിയുള്ള യാത്രക്കാരുടെയും പ്രദേശത്തെ വ്യാപാരികളുടെയും നിരന്തരാവശ്യം മാനിച്ച് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇടപെട്ടാണ് പൊളിച്ച ജില്ലാ കോടതി പാലത്തിന് ബദലായി ഒരു താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയതിനാൽ തന്നെ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുവാൻ കാലതാമസമെടുത്തിരുന്നു. മാത്രമല്ല, ചിറപ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ പാലത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുമെന്ന് കളക്ടർ ഏവർക്കും ഉറപ്പുകൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുകയും ചിറപ്പ് മഹോത്സവം തുടങ്ങി 6ാം ദിവസം താൽക്കാലിക പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയുമായിരുന്നു. പാലം തുറന്നതോടെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന ആളുകളുടെ തിരക്കും കൂടിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ വിജനമായിരുന്ന കിടങ്ങാമ്പറമ്പ് കോടതി പരിസരം ഇപ്പോൾ താൽക്കാലിക പാലം തുറന്നതോടെ സജീവമായ കാഴ്ചയും നമുക്ക് കാണാം. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. യുവത ശ്രമതയുടെ സമഗ്രതയ്ക്ക് വേണ്ടി എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. യുവത ശ്രമതയുടെ സമഗ്രതയ്ക്ക് വേണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി ക്രിസ്തുമസ് ദിനം വരെ നീളുന്ന ക്യാമ്പ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജനിച്ച് ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയൊക്കെ നമുക്ക് നല്ലവണ്ണം നിങ്ങൾക്കറിയാം, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കും നല്ലവണ്ണം നിശ്ചയമായിട്ടും അറിയാം. ധാരാളം വൈവിധ്യപൂർണമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ബഹുസ്വരമായ സ്വഭാവമാണ്. എല്ലാ ബഹുസ്വരമായ സവിശേഷത അല്ലെങ്കിൽ എല്ലാ വൈവിധ്യങ്ങളെയും തിരസ്കരിക്കുന്ന രാജ്യമല്ല ഇന്ത്യ, ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. 1ാം ദിന വിലയിരുത്തലോടെ ആദ്യ ദിന ക്യാമ്പ് സമാപിച്ചു. 2ാം ദിനം രാവിലെ 9 മുതൽ 4 വരെ ആലപ്പുഴ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ശ്രമദാനം നടത്തും. വൈകിട്ട് 5-ന് ലഹരി വിമുക്ത യുവത വിഷയാവതരണവും നടത്തും. 3ാം ദിനം സുഹൃതം ആരോഗ്യം യോഗയിലൂടെ എന്ന പരിപാടി നടക്കും. 4ാം ദിനം പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 3ാം വാർഡിൽ സാമ്പത്തിക സർവേ നടത്തും. 5ാം ദിവസം കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപത്തിൽ ശ്രമദാനം, എയ്ഡ്സ് ബോധവൽക്കരണം എന്നിവയും 6ാം ദിവസം ക്രിസ്തുമസ് സന്ദേശം ആരോഗ്യ പരിപാടിയും സമാപന ദിവസം കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹരിത കേരളം ശ്രമദാനവും നടത്തും. കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ക്യാമ്പിൽ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജെയിംസ് ദേവസ്യ അധ്യക്ഷനായി. കാർമൽ പോളിടെക്നിക് കോളേജ് ചെയർമാൻ റവറൻ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ, IEDC നോഡൽ ഓഫീസർ ഫ്രാൻസിസ് അഗസ്റ്റിൻ ജോസഫ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഓഫീസർ ടിനൂസ് കറിയ, വോളണ്ടിയർ സെക്രട്ടറി റെന്നി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ S. സീത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കടലിൽ വീണ് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് അപകട ഇൻഷുറൻസ് തുക കൈമാറി. H. സലാം MLA ആണ് കുടുംബത്തിന് തുക കൈമാറിയത്. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണു മരിച്ച ഗൃഹനാഥന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. ആലപ്പുഴ വാടക്കൽ കുരിശുപറമ്പിൽ സനീഷിന്റെ കുടുംബത്തിനാണ് മത്സ്യഫെഡിന്റെ വ്യക്തിഗത അപകട ഇൻഷുറൻസ് ആനുകൂല്യമായ 10 ലക്ഷം രൂപ നൽകിയത്. അവകാശികളായ അമ്മ ബീനാകുമാരി, ഭാര്യ S. സ്മിതമോൾ, മകൻ ദേവാനന്ദൻ എന്നിവർക്കായി H. സലാം MLA വീട്ടിലെത്തിയാണ് പണം കൈമാറിയത്. മത്സ്യഫെഡ് ജില്ലാ മാനേജർ അനിതാകുമാരി, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ S. ഷിൻസി, മത്സ്യ സഹകരണ സംഘം പ്രസിഡന്റ് വിജയ് ജോൺ, ഭരണസമിതി അംഗങ്ങളായ ഷീന സജി, തങ്കരാജ്, TR രാജേഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടികൂടുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയും വൈകുവാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല. ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന സംഘടനയാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സോളമൻ. മുല്ലയ്ക്കൽ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രങ്ങളിലെ മഹോത്സവത്തിന്റെ ഭാഗമായി യാത്രാക്ലേശം പരിഹരിക്കുവാൻ താൽക്കാലിക പാലം തുറന്നത് സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമായി. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
Thank you.